ടോപ്പിക്കാണ് ഓർബിറ്റൽസ് ആൻഡ് ക്വാണ്ടം നമ്പേഴ്സ്. സോ now instead of orbit now refers only to the energy levels. എനർജി ലെവലിനെയാണ് നമ്മളിപ്പോൾ ഓർബിറ്റ് എന്ന് പറയുന്നത് അല്ലേ. പുതിയൊരു ടേം ഓർബിറ്റൽ refers to the region of space where there is maximum probability of finding an electron. ഇലക്ട്രോണിനെ കാണാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു 3-dimensional സ്പേസ് ഇൻസൈഡ് ദി ആറ്റം ഈസ് റെഫേഴ്സ് ടു ആസ് ഓർബിറ്റൽ. അങ്ങനെ ഒരു പുതിയ ആറ്റം മോഡൽ പ്രപ്പോസ് ചെയ്തു, വിച്ച് ഈസ് നോൺ ആസ് ദി ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ. ഓക്കെ, അപ്പോൾ അക്കോർഡിംഗ് ടു ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ പ്രകാരം ഓർബിറ്റൽ എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രോണിനെ കാണാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു 3-dimensional സ്പേസ്, ആറ്റത്തിൻ്റെ അകത്തുള്ള ഒരു 3-dimensional സ്പേസിനെയാണ് നമ്മൾ ഓർബിറ്റൽ എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ. അപ്പോൾ പുതിയൊരു ആറ്റം മോഡലാണ് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ. ഓക്കെ, അപ്പോൾ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഉപയോഗിച്ച് ഒരു ആറ്റത്തിനുള്ളിലുള്ള ഇലക്ട്രോണിനെ നമുക്ക് 4 കോർഡിനേറ്റ്സ് ഉപയോഗിച്ച് ഡിസ്ക്രൈബ് ചെയ്യാം. മനസ്സിലായോ? അപ്പോൾ ഈ 4 കോർഡിനേറ്റ്സിനെ നമ്മൾ ക്വാണ്ടം നമ്പേഴ്സ് എന്നാണ് പറയുക. മനസ്സിലായോ? അപ്പോൾ ഈ ആറ്റം മോഡൽ പ്രകാരം, ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ പ്രകാരം ആറ്റത്തിനകത്തുള്ള ഇലക്ട്രോണിനെ നമുക്ക് 4 കോർഡിനേറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് ഡിസ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ആ 4 കോർഡിനേറ്റ്സിനെയാണ് നമ്മൾ ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ 4 ക്വാണ്ടം നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ആ 4 ക്വാണ്ടം നമ്പേഴ്സ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, സെക്കൻഡ് വൺ അസിമുത്തൽ ക്വാണ്ടം നമ്പർ, തേർഡ് വൺ മാഗ്നറ്റിക് ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ ആൻഡ് ഫോർത്ത് വൺ സ്പിൻ ക്വാണ്ടം നമ്പർ. ഈ 4 ക്വാണ്ടം നമ്പേഴ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആറ്റത്തിനകത്തുള്ള ഇലക്ട്രോൺസിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഇനി ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വാണ്ടം നമ്പറാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. ഇത് എന്തിനായിരിക്കും സൂചിപ്പിക്കുന്നത്? ഓർബിറ്റ് ഓർ സൈസ് ഓഫ് ദി ഓർബിറ്റ്. സൈസ് ഓഫ് ദി ഓർബിറ്റിനെയാണ് എന്ത് സൂചിപ്പിക്കുന്നത്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ സൂചിപ്പിക്കുന്നത്. ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത് സ്മോൾ എൻ വെച്ചിട്ടാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഈ എൻ എന്ന് പറയുന്നത് എൻ ഈസ് ഈക്വൽ ടു എന്താവാം? 1, 2, 3, 4 എക്സെട്ര. ഓക്കെ, ഇനി എൻ ഈസ് ഈക്വൽ ടു 1 എന്ന ഓർബിറ്റ്, എന്താണ്? ഇസ് ദി നിയറസ്റ്റ് ഫ്രം ദി ന്യൂക്ലിയസിന് ഏറ്റവും അടുത്തുള്ള ഓർബിറ്റാണ് എന്ത്? എൻ ഈസ് ഈക്വൽ ടു 1. ഓക്കെ, അപ്പോൾ ഇതൊരു ആറ്റം ആണെങ്കിൽ, ഇതതിൻ്റെ ന്യൂക്ലിയസ് ആണെങ്കിൽ ഇതായിരിക്കും എൻ ഈസ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന ഓർബിറ്റ്, അതായത് ന്യൂക്ലിയസിന് ഏറ്റവും അടുത്തുള്ള ഓർബിറ്റ്. മനസ്സിലായല്ലോ? ഇനി എൻ ഈസ് ഈക്വൽ ടു 1നെ നമ്മൾ ഒരു ആൽഫബറ്റ് കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യും. എൻ ഈസ് ഈക്വൽ ടു 1നെ നമ്മൾ കെ എന്ന ആൽഫബറ്റ് കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി എൻ ഈസ് ഈക്വൽ ടു 2 ആണെങ്കിൽ അത് എൽ ആയിരിക്കും. എൻ ഈസ് ഈക്വൽ ടു 3 ആണെങ്കിൽ അത് എം ആയിരിക്കും. എൻ ഈസ് ഈക്വൽ ടു 4 ആണെങ്കിൽ അത് എൻ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഈ ആൽഫബറ്റ് കൊണ്ടും നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. എൻ ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ കെ ഷെല്ലായിരിക്കും. എൻ ഈസ് ഈക്വൽ ടു 2 ആണെങ്കിൽ എൽ ഷെല്ലായിരിക്കും. എൻ ഈസ് ഈക്വൽ ടു 3 ആണെങ്കിൽ എം ആയിരിക്കും. എൻ ഈസ് ഈക്വൽ ടു 4 ആണെങ്കിൽ എൻ ഷെല്ല്. അപ്പം ഇത് എൻ ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞില്ല, അപ്പോൾ ഇതെന്തായിരിക്കും? കെ ഷെല്ല്. ഇനി നെക്സ്റ്റ് ഷെല്ല് എന്തായിരിക്കും? എൻ ഈസ് ഈക്വൽ ടു 2 ആണത്, അപ്പോൾ അത് എൽ ഷെല്ല്. നെക്സ്റ്റ് ഷെല്ല് എന്തായിരിക്കും? എൻ ഈസ് ഈക്വൽ ടു 3 ആണ്, അത് എം ഷെല്ല്. നെക്സ്റ്റ് ഷെല്ല് എൻ ഈസ് ഈക്വൽ ടു 4 ആണ്, അത് എൻ ഷെല്ല്. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ബോർ മോഡൽ റെപ്രസെൻ്റ് ചെയ്തില്ല, അവിടെ നമ്മൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ പറഞ്ഞില്ലേ, അപ്പോൾ അതുപോലെ തന്നെയാണിത്. പിന്നെ ഈ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിൽ നമുക്ക് എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് തരുന്നത്? ഇത് റെപ്രസെൻറ്റ്സ് ദി ഷെൽ നമ്പർ ഇൻ വിച്ച് ദി ഇലക്ട്രോൺ ഈസ് റിസൈഡിങ്. ഷെൽ നമ്പർ ഏതാണെന്ന് നമുക്ക് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിന് മനസ്സിലാവും. അതായത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എൻ ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ അത് ഏത് ഷെല്ലായിരിക്കും? കെ ഷെല്ലായിരിക്കും. എൻ ഈസ് ഈക്വൽ ടു 2 ആണെങ്കിൽ എൽ, എൻ ഈസ് ഈക്വൽ ടു 3 ആണെങ്കിൽ എം, എൻ ഈസ് ഈക്വൽ ടു 4 ആണെങ്കിൽ എൻ. ഓക്കെ, പിന്നെയോ ഇറ്റ് ഓൾസോ റെപ്രസെൻറ്റ്സ് ദി എനർജി ഓഫ് ദി ഓർബിറ്റ്സ് ഓഫ് ദി ഇലക്ട്രോൺ. ഓക്കെ, ഇറ്റ് ഓൾസോ റെപ്രസെൻറ്റ്സ് ദി ആവറേജ് ഡിസ്റ്റൻസ് ഫ്രം ദി ന്യൂക്ലിയസ് ഓഫ് ആൻ ഇലക്ട്രോൺ. അപ്പോൾ ഈ ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പേഴ്സിൽ നിന്ന് കിട്ടും.
മനസ്സിലായല്ലോ? ഇതാണ് ഫസ്റ്റ് ക്വാണ്ടം നമ്പർ, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് സ്മോൾ n വെച്ചിട്ടാണ്. മനസ്സിലായല്ലോ? നെക്സ്റ്റ് ക്വാണ്ടം നമ്പറാണ് അസിമുത്തൽ ക്വാണ്ടം നമ്പർ. ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് സ്മോൾ l വെച്ചിട്ടാണ്. ഓക്കെ, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ദി സബ്സിഡറി ക്വാണ്ടം നമ്പർ ഓർ ആംഗുലാർ മൊമെൻറ്റം ക്വാണ്ടം നമ്പർ. ഈ അസിമുത്തൽ ക്വാണ്ടം നമ്പേഴ്സിനെ സബ്സിഡറി ക്വാണ്ടം നമ്പർ എന്ന് പറയും, അതുപോലെ ആംഗുലാർ മൊമെൻറ്റം ക്വാണ്ടം നമ്പർ എന്നും പറയാറുണ്ട്. ഇത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് നോക്കാം. ഇറ്റ് റെപ്രസെൻറ്റ്സ് ദി സബ്ഷെൽ ഓർ ഓർബിറ്റൽ. നമ്മൾ ഓർബിറ്റൽ എന്ന് പറഞ്ഞല്ലോ. ഓർബിറ്റൽ എന്തെന്നാണ് നമ്മൾ പറഞ്ഞത്? ഓർബിറ്റൽ ഈസ് ദി 3-dimensional സ്പേസ് വിത്തിൻ വിച്ച് ദർ ഈസ് മാക്സിമം പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ആൻ ഇലക്ട്രോൺ. അപ്പോൾ അതാണ് ഓർബിറ്റൽ എന്ന് നമ്മൾ പറഞ്ഞത് അല്ലേ. അപ്പോൾ ആ സബ്ഷെല്ല് ഏതാണ്? ഈ പെർട്ടിക്കുലർ സബ്ഷെല്ല്. ആ സബ്ഷെല്ലിൻ്റെ ഷേപ്പ് എന്താണ്? ഇലക്ട്രോണിൻ്റെ ആംഗുലാർ മൊമെൻറ്റും ഈ പെർട്ടിക്കുലർ സബ്ഷെല്ലിൽ റിസൈഡ് ചെയ്യുമ്പോൾ ഇലക്ട്രോണിൻ്റെ ആംഗുലാർ മൊമെൻറ്റം എത്രയാണ്? ഇതൊക്കെയാണ് ഈ പെർട്ടിക്കുലർ ക്വാണ്ടം നമ്പർ റെപ്രസെൻ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പം ഈ അസിമുത്തൽ ക്വാണ്ടം നമ്പറിൽ നിന്ന് നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാൻ പറ്റും? സബ്ഷെൽ ഏതാണ്, സബ്ഷെൽ ഓർ ഓർബിറ്റൽ ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ഇലക്ട്രോണിൻ്റെ ആംഗുലാർ മൊമെൻറ്റം എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ അസിമുത്തൽ ക്വാണ്ടം നമ്പേഴ്സിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമ്മൾ ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് സ്മോൾ l വെച്ചിട്ടാണെന്ന് പറഞ്ഞു അല്ലേ. അപ്പം എല്ലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, L എന്ന് പറയുന്നത് 0 to n-1 വരെയാണ്. എല്ലിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് 0 to n-1 വരെയാണ്. സപ്പോസ് ഷെൽ എന്ന് പറയുന്നത് അതായത് n=1 എന്ന ഷെല്ലാണെങ്കിൽ, n=1 ആണെങ്കിൽ, അതായത് n=1 ആയിട്ടുള്ള ഷെല്ലിൽ എത്ര ടൈപ്പ് സബ് ഷെല്ലുണ്ടെന്ന് എങ്ങനെയാണ് നമ്മൾ നോക്കാം. അപ്പം നമ്മൾ പറഞ്ഞു അസിമുത്തൽ ക്വാണ്ടം നമ്പറിന് നമുക്ക് സബ് ഷെൽ ഏതാണെന്നാണ് അറിയാൻ പറ്റുക. അപ്പം n=1 ആണ് ഷെല്ല്. അപ്പോൾ അതിൽ എത്ര സബ് ഷെല്ലുണ്ടെന്ന് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പം അസിമുത്തൽ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത് L ആണ്. അപ്പോൾ എല്ലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 to n-1 വരെയാണ് അല്ലേ. അപ്പോൾ ഫോർ n=1 ആണെങ്കിൽ L എന്തായിരിക്കും? L എന്ന് പറയുന്നത് 0 ആയിരിക്കും. 0 മുതൽ n-1 വരെയാണല്ലോ. അപ്പം ഇവിടെ n എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. അപ്പം 1 - 1 എന്ന് പറയുന്നത് എന്താണ്? 0. അപ്പോൾ ഇവിടെ എല്ലിൻ്റെ വാല്യൂ n=1ൽ എല്ലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, അപ്പം 0 എന്ന് പറയുന്ന സബ് ഷെല്ലാണ് ഫസ്റ്റ് ഷെല്ലിലുള്ളത്. മനസ്സിലായോ? ആൻഡ് ദിസ് സബ് ഷെൽ ഈസ് നെയ്മഡ് ആസ് S സബ് ഷെൽ ഓർ S ഓർബിറ്റൽ. അപ്പോൾ L=0 എന്നുള്ള സബ് ഷെല്ലാണ് ഫസ്റ്റ് ഷെല്ലിലുള്ളത്. അപ്പോൾ ഈ ഷെല്ലിനെയാണ് നമ്മൾ S സബ് ഷെൽ ഓർ S ഓർബിറ്റൽ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ എല്ലിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ അത് ഏത് സബ് ഷെല്ലായിരിക്കും? S സബ് ഷെൽ അല്ലെങ്കിൽ S ഓർബിറ്റലായിരിക്കും. ഓക്കെ, അപ്പോൾ അസിമുത്തൽ ക്വാണ്ടം നമ്പർ ഉപയോഗിച്ചിട്ട് നമ്മൾ സബ് ഷെൽ ഏതാണെന്നാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ n=1 എന്ന ഷെല്ലിൽ L വാല്യൂ എന്ന് പറയുന്നത്, L വാല്യൂ നമുക്കറിയാം 0 to n-1 ആണ്. അപ്പം n=1 ആണെങ്കിൽ L വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ 0 ആകുമ്പം അത് ഏത് സബ് ഷെല്ലായിരിക്കും? S സബ് ഷെൽ ഓർ S ഓർബിറ്റലായിരിക്കും. മനസ്സിലായല്ലോ? ഇത് n=1 എന്ന കേസിലാണ്. ഇനി n=2 ആണെങ്കിൽ L വാല്യൂസ് എത്രയായിരിക്കും? അതായത് n=2 എന്നുള്ള ഷെല്ലിന് സബ് ഷെൽ വാല്യൂസ് ഏതൊക്കെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം. n=2 ആണെങ്കിൽ L വാല്യൂസ് ഏതൊക്കെയായിരിക്കും? L=0 എന്തായാലും ഉണ്ടാവും. പിന്നെ എന്തുണ്ടാവും? n-1 ആണല്ലേ. 0 എന്തായാലും ഉണ്ട്. പിന്നെ n-1 എന്ന് പറയുന്നത് എന്താണ്? n=2 എന്നുള്ള ഷെല്ലിൽ സബ് ഷെൽ വാല്യൂസ് ഏതൊക്കെയായിരിക്കും നോക്കാം. ഏതൊക്കെ സബ് ഷെല്ലായിരിക്കും n=2 ഉണ്ടാവുക? n=2 ആകുമ്പം L വാല്യൂ എന്ന് പറയുന്നത് നമുക്കറിയാം 0 to n-1 ആണ്. അപ്പോൾ 0 ഉണ്ട്. n-1 എന്ന് പറയുന്നത് എന്താണ്? n-ൻ്റെ വാല്യൂ എത്ര? 2 ആണ്. അപ്പോൾ 2 - 1 എന്ന് പറയുന്നത് 1 അല്ലേ. അപ്പോൾ ഇവിടെയുള്ള n=2 എന്ന ഷെല്ലിലെ സബ് ഷെല്ലിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് എത്രയൊക്കെയാണ്? 0ഉം 1ഉം ആണ്. അപ്പം 0 കറസ്പോണ്ട്സ് ടു S സബ് ഷെൽ അല്ലേ, ആൻഡ് 1 കറസ്പോണ്ട്സ് ടു P സബ് ഷെൽ. ഓക്കെ, അപ്പോൾ ഇത് S സബ് ഷെല്ലാണ്. 1 എല്ലിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ അത് ഏത് ഷെല്ലായിരിക്കും? P സബ് ഷെല്ലായിരിക്കും. ഓക്കെ, ഇനി
n is equal to 3 ആണെങ്കിൽ L വാല്യൂസ് ഏതൊക്കെയായിരിക്കും നോക്കാം. നമുക്കറിയാം L എന്ന് പറയുന്നത് 0 to n-1 ആണ്. അപ്പോൾ 0 ഉണ്ടാവും. അപ്പം n-1 ആണ് അല്ലേ. അപ്പോൾ ഇവിടെ n-ൻ്റെ വാല്യൂ എത്രയാണ്? 3 ആണ്. അപ്പോൾ 3 - 1 എന്ന് പറയുന്നത് 2. അപ്പോൾ L-ൻ്റെ വാല്യൂ 0 ഉണ്ടാവും, 1 ഉണ്ടാവും, പിന്നെയോ ആൻഡ് 2യും ഉണ്ടാവും. മനസ്സിലായല്ലോ. അപ്പം 0 കറസ്പോണ്ട്സ് ടു എസ് സബ്ഷെല്ലാണ്, 1 കറസ്പോണ്ട്സ് ടു പി സബ്ഷെൽ ആൻഡ് 2 കറസ്പോണ്ട്സ് ടു ഡി സബ്ഷെൽ. മനസ്സിലായല്ലോ. അപ്പോൾ എല്ലിൻ്റെ വാല്യൂ 2 ആണെങ്കിൽ അത് ഏത് സബ്ഷെല്ലാണ്? ഡി സബ്ഷെല്ലാണ്. എല്ലിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ പി സബ്ഷെല്ലാണ്. എല്ലിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ എസ് സബ്ഷെല്ലാണ്. മനസ്സിലായല്ലോ. ഇനി n is equal to 4 ആണെങ്കിൽ എൽ വാല്യൂസ് ഏതൊക്കെയായിരിക്കും? 0 ഉണ്ടാവും, 1 ഉണ്ടാവും, 2 ഉണ്ടാവും, പിന്നെ 3യും ഉണ്ടാവും അല്ലേ. അതായത് n എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ 4 - 1 എന്ന് പറയുന്നത് എത്രയാണ്? 3. ഇപ്പോൾ 3 വരെ ഉണ്ടാവും. 0, 1, 2, 3. അപ്പോൾ 0 എന്ന് പറയുന്നത് എസ് സബ്ഷെല്ലാണ്, 1 പി സബ്ഷെല്ലാണ്, 2 എന്ന് പറയുന്നത് ഡി സബ്ഷെല്ലാണ്, 3 എന്ന് പറയുന്നത് എഫ് സബ്ഷെല്ലാണ്. മനസ്സിലായല്ലോ. എസ് പി ഡി എഫ്. സോ ദീസ് ആർ ദി ഡിഫറെൻറ്റ് പോസിബിൾ സബ്ഷെൽസ്. മനസ്സിലായില്ലേ. അപ്പോൾ അസിമുന്തൽ ക്വാണ്ടം നമ്പർ വെച്ചിട്ട് നമുക്ക് സബ്ഷെൽ ഏതാണെന്നാണ് കണ്ടുപിടിക്കാൻ പറ്റുക. അപ്പോൾ n is equal to 1 എന്ന ഷെല്ലിൽ അതിൻ്റെ സബ്ഷെൽ വാല്യൂസ് എന്ന് പറയുന്നത് നമുക്കറിയാം. എല്ലിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0 to n-1 ആണ്. അപ്പം 0 ആണ്. n is equal to 1 ആണെങ്കിൽ അതിൻ്റെ സബ്ഷെൽ വാല്യൂ L എന്ന് പറയുന്നത് 0 ആണ്. കാരണം എന്താണ്? n 1 ആണ് അല്ലേ. അപ്പോൾ 1 - 1 എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ. ഇനി അപ്പോൾ 0 ആണെങ്കിൽ L is equal to 0 ആണെങ്കിൽ ആ സബ്ഷെൽ ഏതാണ്? എസ് സബ്ഷെല്ലാണ് അത്. മനസ്സിലായല്ലോ. ഇനി n-ൻ്റെ വാല്യൂ 2 ആണെങ്കിൽ അതിൽ എത്ര പോസിബിൾ സബ്ഷെൽ ഉണ്ടാവും? L is equal to n 2 ആണ് അല്ലേ. അപ്പോൾ നമുക്കറിയാം 0 to n-1 ആണ്. അപ്പോൾ 0 എന്തായാലും ഉണ്ട്. n എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 2 ആണ്. അപ്പോൾ 2 - 1 എന്ന് പറയുമ്പോൾ 1. അപ്പോൾ 0 and 1. അപ്പോൾ 0 കറസ്പോണ്ട്സ് ടു എസ് സബ്ഷെൽ ആൻഡ് 1 കറസ്പോണ്ട്സ് ടു പി സബ്ഷെൽ. ഓക്കെ. ഇനി n is equal to 3 ആവുമ്പോൾ ഏതൊക്കെ പോസിബിൾ സബ്ഷെല്ലാണ്? 0 to n-1 ആണ്. അപ്പോൾ 0 ഓൾറെഡി ഉണ്ടാവും. പിന്നെ n-1 എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ n എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ 3 - 1 എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ ഏതൊക്കെ വാല്യൂസ് ഉണ്ടാവും? 0 to 2 വരെ ഉണ്ടാവും. അപ്പോൾ 0, 1 and 2. മനസ്സിലായല്ലോ. ഇനി n is equal to 4 ആവുമ്പം അവിടെ വരുന്ന സബ്ഷെൽ വാല്യൂസ് ഏതൊക്കെയായിരിക്കും? n 4 ആണ്. അപ്പം 4 - 1 എന്ന് പറയുന്നത് 3. അപ്പോൾ 0 to 3 വരെ ഉണ്ടാവും. 0, 1, 2 and 3. മനസ്സിലായല്ലോ. അപ്പോൾ ഇതാണ് അസിമുന്തൽ ക്വാണ്ടം നമ്പർ. ക്വാണ്ടം നമ്പറാണ് മാഗ്നറ്റിക് ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ. ഇതിനെ സ്മോൾ m ഓർ ml വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇതെന്താ പറയുന്നത്? ദിസ് ഈസ് സേസ് അബൌട്ട് ദി ഡിഫറെൻറ്റ് ഓറിയൻറ്റേഷൻ ഓഫ് ഈച്ച് ഓർബിറ്റൽ. ഓരോ ഓർബിറ്റിലും ഇപ്പം നമ്മൾ പറഞ്ഞു ഓരോ സബ്ഷെല്ലും, അതായത് എസ് ഓർബിറ്റിൽ, പി ഓർബിറ്റിൽ, ഡി ഓർബിറ്റിൽ, എഫ് ഓർബിറ്റിൽ, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. ഈ ഓരോ ഓർബിറ്റിലും എത്ര എണ്ണം വീതമുണ്ട്, എത്ര ഓറിയൻറ്റേഷൻസ് ഉണ്ട് ഓരോ സബ്ഷെല്ലിനും എന്നുള്ളതാണ് ഈ മാഗ്നറ്റിക് ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും. മനസ്സിലായോ? ഓരോ സബ്ഷെല്ലിനും എത്ര ഓറിയൻറ്റേഷൻസ് ഉണ്ട് എന്നാണ് ഈ മാഗ്നറ്റിക് ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുമോ. ഇനി എങ്ങനെയാണ് ml വാല്യൂസ് കണ്ടുപിടിക്കുന്നത് നോക്കാം. ml വാല്യൂ എന്ന് പറയുന്നത് mlൻ്റെ വാല്യൂസ് എങ്ങനെ വരിക? -L to +L ആണ്. -L മുതൽ +L ആണ് ml വാല്യൂസ്. അപ്പോൾ ഓരോ സബ്ഷെല്ലിനും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓറിയൻറ്റേഷൻസ് ഉണ്ട്, അതായത് ml വാല്യൂസ് ഉണ്ട്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് n is equal to 1 എന്ന ഷെല്ലിലെ ml വാല്യൂസ് ഏതൊക്കെയാണ് നോക്കാം. അപ്പോൾ n is equal to 1 ആണെങ്കിൽ L is equal to എത്രയാണ്? 0. നമ്മൾ അസിമുന്തൽ ക്വാണ്ടം നമ്പർ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് പറഞ്ഞിരുന്നു. L is equal to 0 ആണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ml വാല്യൂ എന്തായിരിക്കും? നമ്മൾ പറഞ്ഞു ml എന്ന് പറയുന്നത് എന്താണ്? -L to +L. അപ്പോൾ ഇവിടെ L എന്ന് പറയുന്നത് എത്രയാണ്? 0 ആണ്. അപ്പം -0 to +0 ഉണ്ടോ? ഇല്ല. അപ്പം ഇവിടെ ml വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 0 തന്നെയാണ്. അപ്പം ഒരൊറ്റ ഓറിയൻറ്റേഷൻസേ എസ് ഓർബിറ്റലിനുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ml വാല്യൂ 1 മാത്രമേ കിട്ടുന്നില്ലൂ അല്ലേ. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഒരു ഓറിയൻറ്റേഷൻ മാത്രമേ ഈ എസ് സബ്ഷെല്ലിന് ഉള്ളൂ. 1 ഓറിയൻറ്റേഷൻ. മനസ്സിലായല്ലോ. ഇനി
n is equal to 2 ആണെങ്കിൽ n is equal to 2 ആകുമ്പോൾ നമ്മൾ പറഞ്ഞു അതിൻ്റെ L വാല്യൂസ് എന്ന് പറയുന്നത് 0, 1 ആണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ML വാല്യൂസ് എന്തൊക്കെയായിരിക്കും? ML വാല്യൂസ് എന്ന് പറയുന്നത് നമുക്കറിയാം -L2 + L ആണ്. അപ്പം 0ൻ്റെ ML വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. ഇനി 1ൻ്റെ ML വാല്യൂ ഏതൊക്കെയാണ്? 1ൻ്റെ ML വാല്യൂ എന്ന് പറയുന്നത് -1, 0 + 1 ആണ്. മനസ്സിലായല്ലോ? അപ്പോൾ there are 3 ഓറിയൻറ്റേഷൻ അല്ലേ. അപ്പം n is equal to 2 ആകുമ്പം ഇവിടെ നമുക്ക് 3 ഓറിയൻറ്റേഷൻസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ്? Px, Py ആൻഡ് Pz. അപ്പോൾ P ഓർബിറ്റൽ നമ്മൾ പറഞ്ഞു n is equal to 2 ആകുമ്പം അവിടെ L എന്ന് പറയുന്നത് 0, 1 ആണ്. അപ്പോൾ ഇവിടെ എന്താ? P ഓർബിറ്റലാണ് അല്ലേ. P സബ്ഷെല്ലാണ്. ഇവിടെ S സബ്ഷെല്ലാണ്, ഇവിടെ P സബ്ഷെല്ലാണ്. Lൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ P സബ്ഷെല്ലാണ്. അപ്പോൾ അവിടെ നമുക്ക് ML വാല്യൂസ് ഏതൊക്കെ കിട്ടുന്നത്? -1, 0, 1. അപ്പോൾ ഇവിടെ 3 ഓറിയൻറ്റേഷൻസ് കിട്ടുന്നുണ്ട്. അപ്പോൾ P സബ്ഷെൽ എന്ന് പറയുന്നത് 3 ഓറിയൻറ്റേഷൻസ് ഉണ്ട്. അതിന് Px, Py ആൻഡ് Pz. അപ്പോൾ ഈ P ഓർബിറ്റലിന് ഡംബൽ ഷേപ്പാണ്. മനസ്സിലായോ? അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഡംബൽ ഷേപ്പാണ് P ഓർബിറ്റലിന്. ഓക്കെ. ഇനി n is equal to 3 ആവുമ്പം നമ്മൾ പറഞ്ഞു അതിൻ്റെ L വാല്യൂസ് ഏതൊക്കെയാണ്? L വാല്യൂ എന്ന് പറയുന്നത് 0, 1 ആൻഡ് 2 ആണ് അല്ലേ. അപ്പോൾ ML വാല്യൂസ് ഏതൊക്കെയാണെന്ന് നോക്കാം. L is equal to 0ൻ്റെ ML വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. ഇനി L is equal to 1 ആവുമ്പം അതിൻ്റെ ML വാല്യൂസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു -1, 0 + 1. ഇനി L is equal to 2 ആവുമ്പോൾ അതിൻ്റെ ML വാല്യൂ എന്ന് പറയുന്നത് ഏതാ വരിക? -2, -1, 0 +1 ആൻഡ് +2. കൂടെ 1, 2, 3, 4, 5 ഓറിയൻറ്റേഷൻസ് ആണ് അല്ലേ. അപ്പം L is equal to 2 ആകുമ്പം അത് ഏത് സബ്ഷെല്ലാണ്? D സബ്ഷെല്ലാണ്. അപ്പോൾ അതിന് 5 ഓറിയൻറ്റേഷൻസ് ആണ് വരുന്നത്. അത് ഏതൊക്കെയാണ്? D സബ്ഷെല്ലാണിത്. അപ്പോൾ അതിന് 5 ഓറിയൻറ്റേഷൻസ് വരുന്നുണ്ട്. ഏതൊക്കെയാണ് 5 ഓറിയൻറ്റേഷൻസ്? dxy, dyz, dxz, dx² - y² ആൻഡ് dz². അപ്പം ഇത്രയാണ് 5 ഓറിയൻറ്റേഷൻസ്. D ഓർബിറ്റൽസിൻ്റെ ഓറിയൻറ്റേഷൻസ് ഇതൊക്കെയാണ്. അപ്പോൾ ഈ D ഓർബിറ്റലിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഡബിൾ ഷേപ്പാണ്. ഡബിൾ ഷേപ്പാണ് D ഓർബിറ്റലിൻ്റെ ഷേപ്പ്. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് ഇപ്പോൾ മാഗ്നറ്റിക് ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ വെച്ചിട്ട് നമുക്ക് ഓറിയൻറ്റേഷൻസ് ആണ് മനസ്സിലാവാൻ പറ്റും. അതായത് സബ്ഷെല്ലിൻ്റെ എത്ര ഓറിയൻറ്റേഷൻസ് ഓരോ സബ്ഷെല്ലിനും ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ML വാല്യൂ കണ്ടുപിടിക്കുന്നത് -L2 + L ആണ്. അപ്പോൾ n is equal to 1 ആകുമ്പോൾ അതിൻ്റെ L വാല്യൂ അസിമുന്തൽ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ അതിൻ്റെ ML വാല്യൂ എന്ന് പറയുന്നത് 0 തന്നെയാണ്. അപ്പോൾ അതിന് L is equal to 0 ആണെങ്കിൽ അത് ഏത് സബ്ഷെല്ലാണ്? S സബ്ഷെല്ല്. അപ്പോൾ S സബ്ഷെല്ലിന് ഒരു ഓറിയൻറ്റേഷൻ മാത്രമേ ഉള്ളൂ. മനസ്സിലായല്ലോ? ഇനി n is equal to 2 ആകുമ്പം അതിൻ്റെ L വാല്യൂസ് എത്രയാണ് വരിക? 0, 1 ആണ് വരിക. അപ്പോൾ അത് ഏത് സബ്ഷെല്ലാണ്? P സബ്ഷെല്ലാണ്. അപ്പോൾ അതിൻ്റെ ML വാല്യൂസ് എന്ന് പറയുന്നത് -1, 0 ആൻഡ് +1 ആണ്. അപ്പം L is equal to 1 ആകുമ്പം അത് P സബ്ഷെല്ലാണ്. P സബ്ഷെല്ലിന് 3 ഓറിയൻറ്റേഷൻസ് ഉണ്ട്. 1, 2, 3 3 ഓറിയൻറ്റേഷൻസ് ഉണ്ട്. അത് ഏതൊക്കെയാണ്? Px, Py ആൻഡ് Pz. അപ്പോൾ ഈ P സബ്ഷെല്ലിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഡംബൽ ഷേപ്പാണ്. മനസ്സിലായല്ലോ? ഇനി n is equal to 3 ആകുമ്പോൾ അതിൻ്റെ L വാല്യൂ എന്ന് പറയുന്നത് 0, 1 ആൻഡ് 2 ആണ്. അപ്പോൾ 2 ആണ് അല്ലേ. 2 ആകുമ്പം അത് ഏത് സബ്ഷെല്ലാണ്? P നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് D സബ്ഷെല്ലാണ്. അപ്പം L is equal to 0 ആകുമ്പോൾ അതിൻ്റെ ML വാല്യൂ 0 ആണ്. L is equal to 1 ആകുമ്പോൾ അതിൻ്റെ ML വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു -1, 0 +1 ആണ്. ഇനി L is equal to 2 ആകുമ്പോൾ അതിൻ്റെ ML വാല്യൂ എന്ന് പറയുന്നത് -2, -1, 0 +1 ആൻഡ് +2. അപ്പം 1, 2, 3, 4, 5 ഓറിയൻറ്റേഷൻസ് ആണ് D സബ്ഷെല്ലിനുള്ളത്. അത് ഏതൊക്കെയാണ്? dxy, dyz, dxz, dx² - y² ആൻഡ് dz². മനസ്സിലായല്ലോ? അപ്പോൾ D ഓർബിറ്റലിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഡബിൾ ഷേപ്പാണ്.
ഈ ടെക്സ്റ്റ് ബുക്കിൽ കാണാം. ഇതാണ് പി എക്സ്, പി വൈ, പി സെഡ്. പി സബ്ഷെല്ലിന് 3 ഓറിയൻറ്റേഷൻസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇതാണ് അതിൻ്റെ പിക്ചർ. പി എക്സ്, പി വൈ, പി സെഡ്. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് ഡംബിൾ ഷേപ്പാണ്. ഇനി ഡി സബ്ഷെല്ലിന് 5 ഓറിയൻറ്റേഷൻസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അത് ഏതൊക്കെയാണ്? ഡി എക്സ് വൈ, ഡി എക്സ് സെഡ്, ഡി വൈ സെഡ്, ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആൻഡ് ഡി സെഡ് സ്ക്വയർ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഷേപ്പ്. എന്താണ് ഇതിൻ്റെ ഷേപ്പ്? ഡബിൾ ഷേപ്പാണ് ഡി സബ്ഷെല്ലിന്. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് അതിൻ്റെ പിക്ചർ. ഓക്കെ. അപ്പോൾ എസ് സബ്ഷെല്ലാണെങ്കിൽ അതിന് ഒറ്റ ഓറിയൻറ്റേഷൻസ് മാത്രമേ ഉള്ളൂ. എം എൽ വാല്യൂസ് 1 മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അതിന് ഒറ്റ ഓറിയൻറ്റേഷൻസ് മാത്രമേ ഉള്ളൂ. മനസ്സിലായല്ലോ? ഇതാണ് മാഗ്നറ്റിക് ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ. 4ാമത്തെ ക്വാണ്ടം നമ്പറാണ് സ്പിൻ ക്വാണ്ടം നമ്പർ. സ്പിൻ ക്വാണ്ടം നമ്പറിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം പറയാം. ഈ ഓർബിറ്റൽസ് നമ്മൾ പറഞ്ഞല്ലോ, ഓർബിറ്റൽസിന് ഡിഫറെൻറ്റ് ഓറിയൻറ്റേഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എവരി സിംഗിൾ ഓറിയൻറ്റേഷൻസും, ഇപ്പോൾ പി എക്സ്, പി വൈ, പി സെഡ് എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഇൻഡിവിജ്വൽ ഓറിയൻറ്റേഷൻസിന് മാക്സിമം 2 ഇലക്ട്രോൺസിനെ റിസൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ദ ക്യാൻ ബി ഓൺലി 2 ഇലക്ട്രോൺസ് ഇൻ ആൻ ഓർബിറ്റൽ. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു ഓർബിറ്റലിൽ മാക്സിമം എത്ര ഇലക്ട്രോൺസ് ആണ്? 2 ഇലക്ട്രോൺസ് മാത്രമാണ് ഒരു ഓർബിറ്റലിൽ മാക്സിമം ഉണ്ടാവുക. ഓക്കെ. അപ്പോൾ അങ്ങനെ ഇലക്ട്രോൺസ് ഉണ്ടാകുമ്പോൾ ഇലക്ട്രോൺസ് ഹാസ് എ ഓൾസോ ഗോട്ട് എ സ്പിന്നിങ് മോഷൻ. ഇലക്ട്രോൺസ് വെറുതെ ഓർബിറ്റലിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയല്ല ചെയ്യുന്നത്, അതിനൊരു സ്പിൻ മോഷൻ കൂടി ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ സ്പിൻ ക്വാണ്ടം നമ്പർ റെപ്രസെൻ്റ് ചെയ്യുന്നത് സ്മോൾ എസ് ഓർ എം എസ് വെച്ചിട്ടാണ്. ഒരു ഇലക്ട്രോൺ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് സ്പിൻ ചെയ്യുന്നതെങ്കിൽ, നമ്മൾ പറഞ്ഞു ഒരു ഓർബിറ്റിൽ മാക്സിമം 2 ഇലക്ട്രോൺസ് മാത്രമാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ഒരു ഇലക്ട്രോണ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് സ്പിൻ ചെയ്യുന്നതെങ്കിൽ മറ്റേ ഇലക്ട്രോൺ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും സ്പിൻ ചെയ്യുക. മനസ്സിലായല്ലോ? അപ്പോൾ എം എസ് വാല്യൂസ് സാധാരണ 2 വാല്യൂസാണ് ഉള്ളത്. 1 വിച്ച് റെപ്രസെൻറ്റ്സ് ദി ക്ലോക്ക് വൈസ് സ്പിൻ. അപ്പോൾ എം എസ് വാല്യൂസിന് എത്രയാണുള്ളത്? 2 വാല്യൂസാണ് സാധാരണ ഉള്ളത്. ഒന്ന് എന്ന് പറയുന്നത് എന്താണ്? ക്ലോക്ക് വൈസ് സ്പിന്നാണ്. അപ്പോൾ അതിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് +½ വെച്ചിട്ടാണ്. രണ്ടാമത്തെ ഏതാണ്? ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. ആൻറ്റി ക്ലോക്ക് വൈസ് സ്പിന്നാണ്. അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് -½ വെച്ചിട്ടാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയാണ് നമ്മുടെ 4 ക്വാണ്ടം നമ്പേഴ്സ്. അപ്പോൾ സ്പിൻ ക്വാണ്ടം നമ്പർ എന്താണെന്നാണ് പറഞ്ഞത്? സ്പിൻ ക്വാണ്ടം നമ്പർ സ്മോൾ എസ് അല്ലെങ്കിൽ സ്മോൾ എം എസ് വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലെന്താ പറയുന്നത്? ഒരു ഓർബിറ്റിൽ മാക്സിമം 2 ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുക. അപ്പോൾ ആ 2 ഇലക്ട്രോൺസിന് എന്താ? ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ വെറുതെ ഓർബിറ്റിൽ നിൽക്കുകയല്ല ചെയ്യുന്നത്, അതിന് എന്തുണ്ട്? സ്പിന്നിങ് മോഷൻ ഉണ്ട്, അത് സ്പിൻ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം എം എസ് വാല്യൂസ്, അതായത് സ്പിൻ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത് അതിന് 2 വാല്യൂസ് ഉണ്ട്. അതായത് ഒരു ഇലക്ട്രോൺസ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് സ്പിൻ ചെയ്യുന്നതെങ്കിൽ മറ്റേ ഇലക്ട്രോൺസ് എന്തായിരിക്കണം? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും സ്പിൻ ചെയ്യുക. അപ്പോൾ എം എസ് വാല്യൂസ് എത്രയാണ്? 2 വാല്യൂസ് ആണ്. അത് ഏതൊക്കെയാണ്? ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാകുമ്പോൾ +½ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാകുമ്പോൾ -½ മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയാണ് 4 ക്വാണ്ടം നമ്പേഴ്സ്. ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ N, അസിമുത്തൽ ക്വാണ്ടം നമ്പർ L, മാഗ്നറ്റിക് ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ ML ആൻഡ് 4th വൺ സ്പിൻ ക്വാണ്ടം നമ്പർ S ഓർ MS. മനസ്സിലായല്ലോ? ഈ 4 ക്വാണ്ടം നമ്പേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ഒരു ഇലക്ട്രോണിൻ്റെ ആറ്റത്തിലുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഓക്കെ.